ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന HST മലയാളം എക്സാമിനേഷനിൽ നമുക്കറിയാം ജനറൽ പേപ്പർ ഉണ്ടായിരുന്നു. ജനറൽ പേപ്പറിൻ്റെ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എക്സാമിനേഷന് വരുന്ന കുട്ടികളും നിർബന്ധമായിട്ടും ഈ ഒരു അപ്രോച്ചുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ആൻസർ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അങ്ങ് ആരംഭിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി അഡ്വാൻസ് ആയിട്ട് പറയട്ടെ. മലയാളത്തിലെ എക്സാമിനേഷൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഇംഗ്ലീഷിലാണ് വരേണ്ടിയിരുന്നെങ്കിൽ പോലും മലയാളത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ നിന്നുള്ള പൊളിറ്റിയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം പെട്ടെന്നൊന്ന് ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എല്ലാ മേഖലയിൽ നിന്നും സിലബസ് പ്രകാരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മലയാളത്തിലായതുകൊണ്ടാണ് ടീച്ചിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. എനിഹൗ പൊളിറ്റിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താഴെ പറയുന്നതിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ട് അല്ലേ, അതിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് ശരി ഉത്തരം തോന്നുന്നത് അത് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത്. അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഇല്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഉൾപ്പെടാത്തത് ആരെന്നുള്ളത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നോ? ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നോ? ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു ആൻസർ പറഞ്ഞുതരാം. ഇനി എക്സാമിനേഷനിലെ കുട്ടികളും ഈ ആൻസർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് അപ്പോയിന്റ് ചെയ്യുന്നത് August 29 കാര്യം ഒന്ന് പഠിച്ചു വെച്ചോ. അതിൽ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് BR അംബേദ്കർ, അദ്ദേഹമാണ് ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു. 3 ഗോപാലസ്വാമി അയ്യങ്കർ ഉണ്ടായിരുന്നു. KM മുൻഷി, മുഹമ്മദ് സാദുള്ള. പിന്നെ BL മിറ്ററും ഉണ്ടായിരുന്നു. DP ഖൈത്താൻ ഉണ്ടായിരുന്നു. BL മിറ്ററിനെ മാറ്റിയിട്ടാണ് മാധവറാവു വരുന്നത്. TT കൃഷ്ണമാചാര്യർ വരുന്നത് DP ഖൈത്താനെ മാറ്റിയിട്ടാണ്. അങ്ങനെ 3, 4, 5, 6, 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഇനി അതേ സമയത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈസിലി നിങ്ങൾക്ക് 30 മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിഹോ പെട്ടെന്ന് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു റിലീജിയൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആൻസർ ചെയ്യും. 2 നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്താൽ മതി. ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻസിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. റീഡ് ഇറ്റ് ഗൈസ്, പെട്ടെന്ന്. ആർട്ടിക്കിൾ 14 എന്താ? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 32 എന്താ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആർട്ടിക്കിൾ 31 ഇതിന്റെ തൊട്ട് മുമ്പ് വരുന്ന മറ്റൊരു ആർട്ടിക്കിൾ ആണ്. 25 പറയുന്നതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ആർട്ടിക്കിൾ 25 to 28 ആണ് റിലീജിയൻ വരുന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഫൈൻ, ബി ആണ് ഉത്തരം വരുന്നത്. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരും സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ പെട്ടെന്ന് വായിക്കാം. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത്, അതായത് ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. ഏതാണെന്ന് നോക്കുക. ഭരണഘടനയിൽ അനുച്ഛേദം 356 ആർട്ടിക്കിൾ 356 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ, അതായത് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. സ്റ്റേറ്റ്മെന്റ്
തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത്. ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ സ്പീക്കറാണ്. ഇങ്ങനത്തെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തെറ്റാണ്. ഏതാണെന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. മേക്ക് ഇറ്റ് കമന്റ് ഗൈസ്, പെട്ടെന്ന്. സമയം കളയേണ്ടതില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഞാൻ തന്നെ നിങ്ങൾക്ക് വായിച്ചു തരുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി. ഇതില് ആൻസറിങ് ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ എന്ന് വിളിക്കുന്നത് ഒന്ന് വരുന്നത്. 352 പ്രകാരമാണ് നാഷണൽ എമർജൻസി വരുന്നത്. എത്ര നാഷണൽ എമർജൻസി സോഫാർ ഉണ്ടായിട്ടുണ്ട്? 3 ഉണ്ട്. അതിൽ മൂന്നാമത്തതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന ഇന്റേണൽ എമർജൻസി എന്ന് പറയുന്നത്. അതിന് 971 സമയത്തൊന്ന്, അതിനു മുന്നേ 962 ചൈനയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് 962 അങ്ങനെ 3 ഉണ്ടായിരുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ അല്ല, തെരഞ്ഞെടുപ്പ് അല്ല വരുന്നത്, ഇലക്ഷൻ അല്ല വരുന്നത്, ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അതെ, പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റിന് കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവറിൽ വരുന്ന ഒരു കാര്യമാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. രാജ്യസഭയുടെ ആരാണ്? നമ്മൾ പറയുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള ആളാണ് വരിക. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മൂവിങ് ഫോർവേഡ്, അനദർ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഹൃദയം ആത്മാവും, ദ സോൾ ആൻഡ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്നുള്ളത്. അത് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? സരോജിനി നായിഡു, ഡോക്ടർ ബി ആർ അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു. പെട്ടെന്ന് ആൻസർ ചെയ്യും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് യു ഫീൽ? ക്വസ്റ്റിന്റെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മേക്ക് ഇറ്റ് ഫാസ്റ്റർ. ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹമാണ് ഇതിനെന്ത് വിളിച്ചത്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് കേട്ടോ. എത്ര റിട്ടുകളുണ്ട് നമുക്ക്? 5 ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ വരുന്നത് എവിടെയാണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 32ന്റെ അകത്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആ റിട്ടുകൾ എന്താന്നുള്ളത് നോക്കി വെച്ചേക്കണേ. ഇനി ഇത് കുറച്ച് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ രീതിയിൽ ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്ന് വായിക്കാം. താഴെ പറയുന്നതിൽ കേവല ഭൂരിപക്ഷം പറഞ്ഞാൽ എന്താ? സിമ്പിൾ മെജോറിറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചത്, ഉൾപ്പെടുന്നത് ഏതെന്നല്ല ചോദിച്ചു, ഉൾപ്പെടാത്തത് ഏതെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നോക്ക് കൃത്യമായിട്ട്. അപ്പൊ സിമ്പിൾ മെജോറിറ്റിയുടെ അകത്ത് വരാത്ത എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 368 ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാൻ പറ്റുക. നമുക്ക് ആദ്യം അതിന്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം, എന്നിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് 3 ടൈപ്പ് ഓഫ് അമെൻമെന്റ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പിലാണ്. ഒന്ന് സിമ്പിൾ മെജോറിറ്റി, 2 സ്പെഷ്യൽ മെജോറിറ്റി, 3 സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. 15 സ്റ്റേറ്റ് എങ്കിലും അല്ലെങ്കിൽ പകുതി സ്റ്റേറ്റ് എങ്കിലും അതിൽ റാറ്റിഫൈ ചെയ്തിരിക്കണം എന്നുള്ള. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് സാധാരണ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് പോലെ ഒന്നായതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 368ന്റെ ഔട്ട്സൈഡിലാണ് സിമ്പിൾ മെജോറിറ്റി വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 368ന്റെ അകത്ത് എത്ര വരുന്നുണ്ട്? 2 വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്പെഷ്യൽ മെജോറിറ്റിയും, 2 സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ എന്നുള്ളത്. അതില് സിമ്പിൾ മെജോറിറ്റി പറഞ്ഞു, സിമ്പിൾ ആയിട്ട് നോർമൽ ആയിട്ട് ലെജിസ്ലേഷൻ പാസ്സാക്കുന്ന പോലെ തന്നെ പാസ്സാക്കാൻ പറ്റുന്ന ചില നിയമങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. സ്പെഷ്യൽ മെജോറിറ്റി പറഞ്ഞ സമയത്ത് ഇതിൽ എന്ത് നമുക്ക് പറ്റത്തില്ല? ഈ സിമ്പിൾ മെജോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് സ്പെഷ്യൽ മെജോറിറ്റി വരിക. അതിൽ വേണ്ട എന്താണ്? മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ്. 2 ഹൗസിന്റെയും ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റിയും വേണം. 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? വരികയും വോട്ട് ചെയ്യുകയും വന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് പാസ്സാക്കേണ്ട ചില ഭേദഗതികളുണ്ട്. 2/3 മെമ്പേഴ്സ് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ 3/4 എന്നൊക്കെ പറയും. അപ്പൊ ആ 2/3 എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റുകൾ എന്തിനാ വരുന്നത്? ഒബ്വിയസ്ലി റിലേറ്റഡ് ടു ഫെഡറൽ സ്ട്രക്ചർ. എല്ലാം സെൻട്രലിന്റെ തീരുമാനത്തിൽ മാത്രമാവില്ല. നമ്മൾ ചില സ്കെഡ്യൂൾസ് പഠിച്ചപ്പോൾ, സ്കെഡ്യൂൾ 7 പഠിച്ചപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് പറയുമ്പോൾ ചിലതിൽ സ്റ്റേറ്റിന്റെ അവകാശങ്ങൾ കൂടി ഉണ്ട്. അങ്ങനത്തെ ബില്ലുകൾ പാസ്സാക്കുമ്പോൾ സ്റ്റേറ്റുകളെങ്കിലും, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റുകളെങ്കിലും എന്ത് ചെയ്യണം? അങ്ങനത്തെ കാര്യങ്ങൾ റാറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്, പാസ്സാക്കണം എന്നുള്ളതാണ്. സോ അമെൻമെന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ
സ്പെഷ്യൽ മെജോറിറ്റി വേണം, പ്ലസ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എന്ത് ചെയ്യണം, സിമ്പിൾ മെജോറിറ്റിയോടുകൂടെ അതിന് കൺസെന്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ സ്റ്റേറ്റിൽ അത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി, പക്ഷെ എന്ത് ചെയ്യണം, സ്റ്റേറ്റിലും പാസ്സാക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തൊക്കെയാണ് എന്നുള്ളത്. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടാ. DPSP, ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് എവിടെ വരുന്നതാണ്, സ്പെഷ്യൽ മെജോറിറ്റിയിൽ വരുന്നതാണെന്ന് പഠിച്ചു വെക്കുക. ഇനി സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ, ഫെഡറൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് സ്റ്റേറ്റുകളെ ബാധിക്കുന്ന ചില ടോപ്പിക്കുകൾ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന് വേണ്ടിയുള്ളത് കൊണ്ട് സ്റ്റേറ്റുകൾക്കും അതിൽ ഭാഗമുണ്ട്. കാരണം എന്താ, രാജ്യസഭയിലെ മെമ്പേഴ്സ് അതിൽ പങ്കെടുക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. കണ്ടോ, യൂണിയനും പവറിന്റെയും എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റെൻഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്റ്റേറ്റുകൾക്ക് ഇടപെടാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചേഴ്സ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. 7th ഷെഡ്യൂൾ, ഞാൻ പറഞ്ഞ പോലെ 3 ലിസ്റ്റുകൾ. റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ്, രാജ്യസഭ. ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അത് തന്നെ ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണമെന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നത് എന്തോ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിൽ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് പാർലമെന്റ് സിംപ്ലി ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങളാണ്. അതിൽ വരുന്നതാണ് അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, അതിന്റെ ബൗണ്ടറി മാറ്റുക, പേരുകൾ മാറ്റുക. ഫോർ എക്സാമ്പിൾ, കേരളത്തിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പെർമിഷൻ വേണോ? വേണ്ട, ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. പക്ഷെ നമ്മൾ കേരള എന്നുള്ളത് കേരളമാക്കണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തേക്കുക. അതുകൊണ്ടാണ് അത് വാർത്ത അങ്ങനെ വരുന്നത്. 2nd ഷെഡ്യൂൾ, അതായത് നമ്മൾ സാലറി അലവൻസസ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്. നമുക്ക് ഒരു സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും. ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിലുണ്ട്, അതാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് പറയുന്നത്. പക്ഷേ തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലത്തുകൾ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടെ ഉണ്ട്, നമുക്കതില്ല. കോറം ഇൻ പാർലമെന്റ്, എത്ര നമ്പർ വേണം എന്നുള്ളത്. പിന്നെ പാർലമെന്റ് മെമ്പേഴ്സിന്റെ സാലറി, റൂൾ ഓഫ് പ്രൊസീജിയർ ഇൻ പാർലമെന്റ്, യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ പാർലമെന്റ്. അപ്പൊ പാർലമെന്റ് കാര്യങ്ങളൊക്കെ ആര് തീരുമാനിച്ചോട്ടെ? സിമ്പിൾ മെജോറിറ്റിയോട് തീരുമാനിച്ചോട്ടെ. ജഡ്ജസ് ഇൻ SC കേട്ടോ. പക്ഷേ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിന്റെ ജനറൽ കാര്യങ്ങൾ സ്റ്റേറ്റുകളുടെ വിഷയം കൂടി വരും. പാർലമെന്റ് പ്രിവിലേജസ്. ദെൻ മോർ ജൂറിസ്ഡിക്ഷൻ ടു SC, സുപ്രീം കോടതിക്ക് കൂടുതൽ പവർ കൊടുക്കുകയാണെങ്കിൽ അത് പാർലമെന്റ്. ഒഫീഷ്യൽ ലാംഗ്വേജ്, സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻ ടു പാർലമെന്റ്, ഡിലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ എത്ര ഏരിയ വരണം തീരുമാനിക്കുന്നവരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി വഴിയുള്ള അവിടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തീരുമാനിക്കുക. 6th ഷെഡ്യൂൾ, 5th ഷെഡ്യൂൾ, നിങ്ങൾക്കറിയാം ട്രൈബൽ ഏരിയസുമായി ബന്ധപ്പെട്ടുള്ളതാണ് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും. യൂണിയൻ ടെറിട്ടറീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി? ഈ സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് സിംപ്ലി പാർലമെന്റിൽ പാസ്സാക്കുന്നതാണ്. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് 368. ഒന്ന്. രണ്ടാമത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് ഉണ്ട്. സ്പെഷ്യൽ മെജോറിറ്റിയിൽ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റും DPSP, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി സ്റ്റേറ്റുകൾ വരുന്ന എന്താണ്? ഫെഡറൽ ടോപ്പിക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അതിൽ പ്രസിഡന്റ് ഉണ്ട്, ബാക്കി എല്ലാത്തിലും സെൻട്രൽ സ്റ്റേറ്റും സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും 7th ഷെഡ്യൂളും വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഈവൻ 368 ഇറ്റ്സെൽഫ് അമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾ വേണമെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. താഴെ പറയുന്നതിൽ കേവല ഭൂരിപക്ഷം, അതായത് സിമ്പിൾ മെജോറിറ്റി ഭേദഗതിയിൽ ഉൾപ്പെടാത്തത്, അതായത് സിമ്പിൾ മെജോറിറ്റി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റൽ, അത് സിമ്പിൾ മെജോറിറ്റി അല്ലേ? യെസ്, ഇത് സിമ്പിൾ മെജോറിറ്റി ആണ്. അപ്പൊ ഇത് വരും ഓപ്ഷനിൽ, ഇത് വരില്ല. അപ്പൊ എ വരില്ല, എ വരില്ല, എ വരില്ല. അപ്പൊ തന്നെ ഉത്തരം കിട്ടി, C ആണ് ഉത്തരം വരിക. സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം, ഓക്കെ, അതുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ, DPSP, അത് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അത് DPSP എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ആണ്. അപ്പൊ അത് വരണം ഓപ്ഷനില്. പക്ഷെ C അതിൽ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളും ആയി ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് ഫെഡറൽ സ്ട്രക്ചർ ആണ്. അപ്പൊ BCD ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഓപ്ഷൻ കൃത്യമല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാം. ചില ക്വസ്റ്റ്യന് വൃത്തികൾ ഉത്തരങ്ങളില്ല. അപ്പൊ ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഒരു ചോദ്യം നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ എത്ര ദിവസം കാത്തു നിൽക്കണം?
മിനിമം ഡ്യൂറേഷൻ എത്ര? പെട്ടെന്ന് ആൻസർ ചെയ്യ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, പെട്ടെന്ന് ആൻസർ ചെയ്യ്. ഉത്തരം ഓപ്ഷൻ എ 30 ദിവസം കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അഡീഷണൽ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടോപ്പിക്സ് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷേ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ഉണ്ട്, യശവർദ്ധൻ കുമാർ സിൻഹ ഉണ്ട്, പാലാട്ട് മോഹൻദാസ് ഉണ്ട്, ഹീരാലാൽ സമാറിയ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത്, പെട്ടെന്ന് കമന്റ് ചെയ്യും എല്ലാവരും. ഓപ്ഷൻ സി, ഹീരാലാൽ സമാറിയ. ശ്രീ ഹീരാലാൽ സമാറിയാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പോയിന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു പോവുക, പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഒന്ന്, ഇപ്പോഴത്തെ നിലവിലെ RBI ഗവർണറുടെ പേര് ശക്തികാന്ത് ദാസ് എന്നുള്ളതാണ്. ഇത് പഠിച്ചു വെക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ എന്നറിയാം. പരീക്ഷയ്ക്ക് PSC നടത്തുന്നതായതുകൊണ്ട് ചിലപ്പം ഫുൾ പേര് ചോദിക്കും. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്ത്, ഇദ്ദേഹം നവംബർ മാസം ആകുന്ന സമയത്ത് റിട്ടയർ ചെയ്യും. അപ്പൊ അടുത്ത ആരാണ് വരിക? ചീഫ് ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ആളെ വരിക. അതാണ് നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇതായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്, സഞ്ജീവ് ഖന്ന. പഠിച്ചു വെച്ചോ, പരീക്ഷ ചിലപ്പം ചോദിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നിലവിൽ ഇതുവരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു സ്ത്രീ വന്നിട്ടില്ല. പക്ഷെ 2027 ആര് വരാൻ സാധ്യതയുണ്ട്? BV നാഗരത്ന എന്ന് പറയുന്നവർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പേരും പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട് ഹൈക്കോടതിയിൽ. അത് ലൈല സയ്യിദ് ആണ്. ഹിമാചൽ പ്രദേശിന്റെ ഹൈക്കോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ജുഡീഷ്യറുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇനി അതേ സമയത്ത് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അത് ചോദിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ സുമൻ ബെറി എന്നുള്ളത്. ശ്രീ സുമൻ ബെറി പഠിച്ചു വെക്കുക. കറന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. നമ്മൾ പറഞ്ഞു ചോദിച്ചും ചെയ്തു. ഇനി അതേ സമയത്ത് കറന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പൊട്ടൻഷ്യൽ ഉള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇതൊന്നും മിസ്സാക്കാതെ പഠിച്ച് പരീക്ഷയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലൊക്കെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ശരിയായതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഡിസ്കഷൻ. ഇതിന്റെ നോട്ട് ടെലിഗ്രാമിൽ ഇട്ടെന്നേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഹിസ്റ്ററിയുടെ ടെലിഗ്രാം ചാനൽ കയറിയാൽ മതി, അതിലിട്ടെന്നേക്കാം. ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.